ഈ നൗഫൽ തന്നെ നമ്മോടൊപ്പം ചോദിക്കുകയാണ്. പുഞ്ചിരിമട്ടം സ്വദേശിയാണ്. വീടൊക്കെ നഷ്ടപ്പെട്ട് പുതിയൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം. ഇവരത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവരത് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്തിട്ട് അവിടെ മേലെ ഒരു ആ സ്ലാവിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ ലീക്ക് ഉണ്ടായിരുന്നു. പൊട്ടിയത് തന്നെ നിങ്ങൾക്ക് കാണാം സെൻറ്ററിൽ കൂടെ. ആ വെള്ളത്തിൻ്റെ കിനിവ്, പ്ലാസ്റ്റർ പൊട്ടിയതൊന്നുമല്ല, അത് സ്ലാവിൻ്റെ പൊട്ടാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റർ ആണെച്ചാൽ വെള്ളത്തിൻ്റെ കിനിവ് വരില്ല. മറ്റേ സ്ലാബ് പൊട്ടിയത് കൊണ്ടാണ് ആ കിനിവ് നേരിട്ടിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പം തന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ താമസമൊക്കെ തുടങ്ങുമ്പോൾ എന്തെങ്കിലും സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. പുത്തുമലക്കാരൊക്കെ ഒരുപാട് അനുഭവിച്ചും കൊണ്ടൊക്കെ എപ്പോഴും. പക്ഷെ അത് കാണുമ്പോൾ നമുക്കിപ്പം ഇവിടെ വരുമ്പോൾ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം ഇത് കാണുമ്പോൾ. പരാതി ആരും അറിയിച്ചിട്ടില്ല. ഞാൻ ഇവിടെ പണിക്കാരത്ത് ഞാൻ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആർക്കും ഞാൻ പരാതി അറിയിച്ചിട്ടില്ല. പക്ഷേ എഞ്ചിനീയർക്ക് ഞാൻ പറഞ്ഞപ്പോൾ അവർ പിന്നെ വാതിൽ പൂട്ടിയിട്ട് ബാക്കിയുള്ള വീടുകളൊക്കെ തുറന്നിട്ടിട്ട് ഈ വീട് മാത്രം പൂട്ടിയിട്ടിട്ട് പോയി. അപ്പോഴാണെന്നൊന്നും തുറന്നു തന്നത്. ഒരാശങ്കയുണ്ട് തീർച്ചയായിട്ടും, 100% ഒരു ആശങ്ക തന്നെ. കാരണം ഇങ്ങനെ കാണുമ്പോൾ ഡോറിൻ്റെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ, അതുപോലെ ഒരുപാട് വീട്ടിലുണ്ടാവും ഓരോ പ്രശ്നങ്ങൾ. അവരൊക്കെ വന്ന് നോക്കിയാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ദിവ്യ, അത് തന്നെയാണ് ഒരു പ്രശ്നം. കാരണം വലിയ സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചു വന്ന ആളുകളാണ്. പുതിയ വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ, ടൗൺഷിപ്പിലൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്, വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ആ ആശ്വാസത്തിനും ഇപ്പോൾ ആശങ്കയുണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു മെയിൻ സ്ലാബിൽ നിന്നാണ് ആ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത്, അതും നമുക്കറിയാം കഴിഞ്ഞ വേനൽ മഴ മാത്രമാണ് പെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മഴയത്ത് പോലും ഇത്തരത്തിൽ വിള്ളൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെ. അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ ടൗൺഷിപ്പിലെ CEO അരുൺ സാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇനിയുള്ളത് ബാക്കി പ്രഷർ ഗ്രൗട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇനി അഡീഷണൽ വാട്ടർ പ്രൂഫും പിന്നെ സ്ക്രീഡ് കോൺക്രീറ്റും ചെയ്യാനുണ്ട്. അപ്പോൾ വാസയോഗ്യമാക്കി നൽകേണ്ട തീയതി കഴിഞ്ഞിട്ടും തങ്ങളുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായില്ല എന്നുള്ള പരാതിയും കൂടി ദുരന്തബാധിതർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിർമ്മാണം? അല്ല, നിർമ്മാണം എല്ലാം കഴിഞ്ഞു. കാരണം ഇങ്ങനെയുള്ള സ്നാഗിങ് ഉണ്ട്. അതായത് നമ്മൾ ഏതാണ്ട് ഇപ്പം കിഫ്കോണിൻ്റെ ടീമുണ്ട്, നമ്മുടെ ഓൺ ക്വാളിറ്റി കൺട്രോൾ ടീമുണ്ട്. ഇവർ വന്നിട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് 80 സ്നാഗുകളൊക്കെ വരും. 50 തൊട്ട് 80 സ്നാഗ് വരെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ജലസംഭരണികളൊക്കെ കേന്ദ്രീകൃതമാണ്, അപ്പം സ്വീവേജ് സംവിധാനമൊക്കെ കേന്ദ്രീകൃതമായതുകൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാൽ മാത്രമേ താമസം. അതെല്ലാം ആയില്ല, അതെല്ലാം ആയി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആൾക്കാർ താമസിച്ച് കഴിഞ്ഞ് ഒരു 4 ദിവസത്തോളം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തോട്ട് കാണാൻ പറ്റും. ഈ ടാങ്കുകൾ നിറഞ്ഞു വരണമല്ലോ. അപ്പോൾ അത് നിറഞ്ഞു കഴിയാൻ ഒരു 4 ദിവസത്തോളം സമയമെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ടുള്ള വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്താണ് നമ്മൾ അതിനകത്ത് ബാക്ടീരിയാസും കാര്യങ്ങളുമൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം അത് ചെയ്യില്ല, കാരണം അത് താമസിച്ച് കഴിഞ്ഞൊരു 4-5 ദിവസം എടുക്കും. അത് ഈ 178 പേർക്കുള്ളത് പൂർത്തിയായി. ഇനിയുള്ളത് ഈ വീടുകളുടെ സ്നാഗിങ്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്പെക്ഷനും അതിനകത്തുള്ള റെക്ടിഫിക്കേഷനും കഴിഞ്ഞിട്ടേ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ആൾറെഡി ചെയ്തത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അത് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ആവും. പിന്നെ ഉള്ളത് റോഡും ഡക്റ്റും ആൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയുള്ള ഡ്രെയിനും റോഡുമാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു 10 ദിവസം കൊണ്ട് നമ്മൾ ഒരു കറണ്ടില്ല ആയിട്ടുണ്ട്, എല്ലാത്തിൻ്റെ ആയിട്ടുണ്ട്. സാർ, ഈ പ്രധാനമായി വിള്ളലുകൾ വരാനുള്ള കാരണം എന്താണ്? ഞാൻ വിള്ളലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഷ്രിങ്കേജ് ക്രാക്ക് എന്ന് പറയുന്ന സംഭവം, അത് ടെമ്പറേച്ചറിൻ്റെ എക്സസീവ്നെസ് കൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ചെറിയ ചെറിയ ക്രാക്ക് എന്നതിനെ വിള്ളൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. സ്ട്രക്ചറൽ ക്രാക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ട്രക്ചറലി അൺസേഫ് ആയിട്ടുള്ള ക്രാക്കുകളാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ എവിടെങ്കിലും ടെമ്പറേച്ചറിൻ്റെ എക്സസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മുടെ പൈപ്പ്, അത് ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ് പോകുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ടെമ്പറേച്ചറും ഇതിൻ്റെ ടെമ്പറേച്ചറും ഒക്കെ പല ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റാണ്. അപ്പോൾ അവിടെ ആ ക്രാക്കുകൾ വരും. ആ ക്രാക്കുകളെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പോണ്ടിങ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഡാമ്പ്നെസ് വരുന്നതോ അല്ല അങ്ങനെയുള്ള ക്രാക്കുകളിൽ നമ്മൾ എപ്പോക്സി ഗ്രൗട്ട് എന്ന് പറയുന്ന സാധനമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അതിനെ നമ്മൾ ഗ്രൗട്ട് ചെയ്യും. ഈ ഗ്രൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാപ്പുകളെല്ലാം അടയും.
ഓക്കെ, അടഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫ് മേളിൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ബോണ്ടിങ് ടെസ്റ്റ് നടത്തും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന് ഈ ക്രാക്കിനകത്തൂടെ വെള്ളം വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡാമ്പ്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം. നമുക്ക് ഈ ക്രാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും നമുക്ക് ഡാമ്പ്നെസ് ആണ് വന്നേക്കുന്നത്. നമ്മൾ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തിയിട്ട് പോലും നമുക്ക് അവിടെ ഒരു നനവാണ് വന്നത്, അല്ലാതെ ലീക്കോ കാര്യങ്ങളോ അവിടെ വന്നിട്ടില്ല. അപ്പോൾ അതൊരു ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവർക്കറിയാം, ഈ സ്ലാബിൽ കോൺക്രീറ്റ് സ്ലാബുകളിലോ കോൺക്രീറ്റ് ഐറ്റത്തിലോ നമുക്ക് ഈ ഷ്രിങ്കേജ് ക്രാക്ക് എന്ന് പറയുന്ന ഒരു കോമൺ ഫിനോമിനാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിന് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നത്, ഷെയ്ഡിങ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും മനുഷ്യനല്ലേ ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ആ ഒരു ടൈമിൽ ഷെയ്ഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ താമസിച്ചു പോയി, അല്ലെങ്കിൽ 1 മണിക്കൂർ താമസിച്ചു പോയെങ്കിൽ അത് അവിടെ ചെറിയ ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ വീട്ടിലും ചെയ്യുന്നുണ്ട്. അതിൽ 1-2 എണ്ണത്തിനകത്താണ് ഈ ഡാമ്പ്നെസ് കണ്ടത്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. നമ്മൾ 178 ഇപ്പം കൈമാറുന്ന 178 വീട്ടിലും ബോണ്ടിങ് ടെസ്റ്റ് നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ 1-2 എണ്ണത്തിൽ ഡാമ്പ്നെസ് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഒളിച്ചു വെക്കാനാണ് ഇത് മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മളത് മാർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പാനിന് എലോങ് ദ സ്പാനാണ് വന്നേക്കുന്നത് ക്രാക്ക്, ഈ മൈനർ ക്രാക്ക് വന്നേക്കുന്നത്. അത് നമ്മൾ എപ്പോക്സി വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് ഗ്രൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അത് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ്ലി സീൽ ചെയ്യാന്നുള്ളതാണ്. 78 വീടുകളും നമുക്ക് ഈ മെയ് 20 മുമ്പ് താമസയോഗ്യമാക്കിയ ആളുകൾ കൈമാറാൻ പറ്റും. അത് പറ്റും. നമുക്കിപ്പോൾ മെയിൻലി റോഡിൻ്റെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആൾമോസ്റ്റ് പണി കഴിഞ്ഞു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വാളിറ്റി ടെസ്റ്റുകളുടെ സമയവും പിന്നെ അതിൻ്റെ സ്നാഗിങ് എല്ലാം നമ്മൾക്ക് തന്നെ പല ഈ ആൾക്കാരുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ മെറ്റീരിയൽ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡാമേജ് ആകുന്ന മെറ്റീരിയലെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അവരുടെ കിഫ്കോണിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കേഷൻ മേടിച്ചിട്ടേ നമുക്ക് ഹാൻഡ് ഓവറിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനതാണ് പറഞ്ഞത്, സ്നാഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് 10 തൊട്ട് 80 വരെയുള്ള നമ്പേഴ്സുകൾ നമ്മൾ അപ്പം അവിടെ കോർണർ ശരിയല്ല, ആ കോർണർ കറക്റ്റ് ചെയ്യണം. അവിടെ ഡാംപ്നെസ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഷട്ടറിങ് വെച്ചത് 90 ഡിഗ്രിയിലല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തിരി സമയം എടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഈ പറയുന്ന സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഒരു ഡെഫിനിറ്റ് പണിയല്ലല്ലോ, ഓരോന്നും നോക്കി ചെയ്യേണ്ടതല്ലേ. എന്തായാലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ CEO നമ്മോട് പ്രതികരിച്ചത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1 വയനാട്.